നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ടെലികോം മേഖലയിൽ 3-4 ടെലികോം കമ്പനികൾ ഉണ്ടാകേണ്ടത് ആരോഗ്യകരമായ മത്സരത്തിന് ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ചന്ദ്രശേഖർ പൊമ്മസാനി പറഞ്ഞു. ഇന്ത്യൻ ടെലികോം മേഖലയിൽ ചില കമ്പനികൾക്ക് മാത്രം മേധാവിത്വം ലഭിക്കുന്നത് സർക്കാർ നയങ്ങൾ കാരണമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിപണിയിലെ യാഥാർത്ഥ്യങ്ങളും മൂലധന ചിലവുമാണ് ഇതിന് കാരണങ്ങൾ. BSNL രാജ്യത്തെ ടെലികോം വിപണിയിൽ ശക്തമായ സാന്നിധ്യമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ടെലികോം മേഖലയിലെ കുത്തക ബിസിനസ് ആരെങ്കിലും ബോധപൂർവം സൃഷ്ടിച്ച ഒന്നല്ല. ടെലികോം ബിസിനസ്സിന് ഭീമമായ മൂലധന ചെലവ് ആവശ്യമാണ്. റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ എന്നീ കമ്പനികൾക്ക് കാര്യക്ഷമമായി മൂലധന ചെലവ് നടപ്പാക്കാൻ സാധിച്ചു. ഇതിലൂടെയാണ് രാജ്യമെങ്ങും ഈ കമ്പനികൾക്ക് ബിസിനസ് വ്യാപനം സാധ്യമായത്. ഇവർ കാരണമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിലുള്ള 5G റോൾ ഔട്ട് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ബാംഗ്ലൂരുവിൽ നടന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് റോഡ് ഷോ 2025 മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യക്ക് 4-5 ടെലികോം കമ്പനികളെ ആവശ്യമുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വോഡഫോൺ ഐഡിയയ്ക്ക് വേണ്ടി ഏകദേശം 36,000 കോടി രൂപ ഇക്വിറ്റിയാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ കമ്പനിക്ക് ഇപ്പോഴും പ്രശ്നങ്ങളുള്ളതിനാൽ സർക്കാരിൻ്റെ സഹായം തേടുന്നു. നമ്മൾ വളർച്ചയുടെ പാതയിലാണ്. രാജ്യത്തെ ടെലികോം മേഖലയിൽ 2 കമ്പനികൾ മാത്രമുണ്ടായാൽ പോരാ, കേന്ദ്രമന്ത്രി പറഞ്ഞു. BSNLന്റെ പുനരുജ്ജീവനത്തിന് സർക്കാർ നടത്തുന്ന ശ്രമങ്ങളും പൊമ്മസാനി എടുത്തു പറഞ്ഞു. തദ്ദേശീയ സങ്കേതങ്ങൾ വികസിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് BSNLന് പിന്തുണ നൽകുന്നത്. ആഭ്യന്തര തലത്തിൽ സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കുന്നതിലാണ് കമ്പനിയുടെ തിരിച്ചുവരവിന് പ്രതീക്ഷിച്ചതിലും അധികം കാലതാമസം എടുക്കുന്നത്. എന്നാൽ ക്രമേണ BSNL ഇന്ത്യൻ ടെലികോം വിപണിയിൽ ശക്തമായ ഒരു സാന്നിധ്യമായി മാറും. ആഗോളതലത്തിൽ സഹകരണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് 6G സാങ്കേതം ലോഞ്ച് ചെയ്യാൻ ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുകയാണ്. ചൈനയും US പുതുതലമുറ ടെലികോം സേവനങ്ങൾ 2030 വർഷത്തോടെ അവതരിപ്പിക്കും. 2G മുതൽ 5G വരെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായല്ല ഇന്ത്യ സാങ്കേതങ്ങൾ വികസിപ്പിച്ചു വന്നത്. അതേസമയം 6G സാങ്കേതിക വിദ്യയിൽ ഗ്ലോബൽ സ്റ്റാൻഡേർഡിൻ്റെ 10% നമ്മൾ സംഭാവന ചെയ്തു കഴിഞ്ഞു. ഇതുവരെ 200-ൽ അധികം പേറ്റന്റുകൾ ഫയൽ ചെയ്തു കഴിഞ്ഞതായും കേന്ദ്രമന്ത്രി അറിയിച്ചു. എന്നിരുന്നാലും അംബാനി ജിയോ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഐഡിയ, എയർടെൽ, വോഡഫോൺ കമ്പനികൾ നമ്മളെ ഇപ്പോഴും പിഴിഞ്ഞ് ഊറ്റിയെടുത്തേനെ. 29 രൂപയ്ക്ക് 149 MB മാത്രം കിട്ടിയെടുത്ത് 29 രൂപയ്ക്ക് 2GB നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ അംബാനി തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.